ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ധീര മക്കൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾ ഓൺലൈനിൽ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ടൈം ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടു. അപ്പൊ നിങ്ങളോട് അതൊന്ന് വന്ന് ഡിസ്കസ് ചെയ്യണം തോന്നി. ഞാൻ ഏറ്റവും അധികം കേട്ടിരിക്കുന്നത് ധീര കുട്ടികൾ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം ലൈവ് ക്ലാസ്സസ് നടക്കുന്നുണ്ടല്ലോ. ധീര എന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഓൺലൈൻ റിപ്പീറ്റർ ബാച്ച് ആണ്. അതുപോലെ ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന ആർക്കും ഈ വീഡിയോ കാണാം. നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. ധീര കുട്ടികൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അതായത് നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ സെഷൻസ് അറ്റൻഡ് ചെയ്യാണ് ബാക്ക് ടു ബാക്ക്. പക്ഷെ നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടിട്ടാണ് ലൈവ് ക്ലാസ്സിലേക്ക് നിങ്ങൾ വരേണ്ടത്. അപ്പോൾ സ്റ്റുഡൻസും പാരൻസും ഒക്കെ പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ 4 ലൈവ് ഒക്കെ വരുമ്പോൾ, ചില ദിവസം 3 ലൈവ്, ചില ദിവസം 4 ലൈവ് വരുമ്പോൾ ഈ വീഡിയോസ് ഇരുന്ന് കാണാൻ, റെക്കോർഡഡ് വീഡിയോസ് കാണാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം റെക്കോർഡഡ് വീഡിയോസും ഒരു ഫുൾ ചാപ്റ്ററിന്റെ വീഡിയോ എന്ന് പറയുമ്പോൾ അതിന് നല്ല ഡ്യൂറേഷൻ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഒരു ദിവസം 4 ലൈവ് ഉണ്ടെങ്കിൽ, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, തലേ ദിവസം നിങ്ങൾ ഈ 4 ചാപ്റ്റേഴ്സും, ഏത് ചാപ്റ്ററിന്റെ ഏത് പാർട്ടാണോ പഠിക്കുന്നത് ആ 4 ചാപ്റ്റേഴ്സും നിങ്ങൾ കണ്ടിട്ട് വേണം ക്ലാസ്സിലേക്ക് വരാൻ. അപ്പോൾ ഇത് പോസിബിൾ അല്ലാത്തവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് ചെറിയ ഐഡിയാസ് ഉള്ള മക്കളായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളെ ഒരുപാട് സ്ട്രെസ് ചെയ്തതെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഒരു ദിവസം 4 ക്ലാസ് വരുന്നുള്ള ഒരു ദിവസമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വീഡിയോ കാണാനുള്ള സമയം, നിങ്ങളുടെ തലേ ദിവസത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞ് നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. സെൽഫ് സ്റ്റഡി ടൈം ടേബിൾ ഓൾറെഡി മാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ആ സമയം ഡെഫിനറ്റ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണാൻ സെലക്ട് ചെയ്യേണ്ടത് എന്താണ്? വരുന്ന ദിവസം എനിക്ക് ഏറ്റവും അറിയാത്തത്, ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളത് ഏത് സബ്ജക്റ്റിലെ ടോപ്പിക് ആണോ ആ വീഡിയോയ്ക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് കാണുക. സേ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ക്ലാസ് ഉണ്ട്. ഇതിൽ ബോട്ടണി, സുവോളജി ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരുവിധം അറിയാം. പക്ഷേ ഫിസിക്സ് കുറച്ച് പ്രശ്നമാണ്. അപ്പം ഫിസിക്സിലെ ചാപ്റ്ററിന്റെ റെക്കോർഡഡ് വീഡിയോ കണ്ടിട്ട് ലൈവിലേക്ക് വരിക. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, വീഡിയോ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടി 1.5x-ലും 2x-ലും ഒക്കെ കാണുന്ന മക്കളുണ്ട്. അങ്ങനെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലർക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കോൺസെപ്റ്റ് ഒട്ടും മനസ്സിലാവില്ല. അപ്പോൾ ധീര മക്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒട്ടും റഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾക്ക് നല്ല സമയം എടുത്ത് പഠിക്കാനാണ് നമ്മൾ നിങ്ങൾക്കായിട്ടുള്ള പ്ലാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഡിസംബർ വരെ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമാണ്. അത് ആ കൃത്യസമയത്ത് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കും. അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ഷെഡ്യൂൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ വീഡിയോസും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ചിലത് നമുക്ക് ലൈവ് ക്ലാസ് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്ത് അങ്ങനെയും കോൺസെപ്റ്റ് പഠിച്ചു പോകാവുന്നതാണ്. പക്ഷേ തലേ ദിവസം നിങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ പ്രിഫറൻസ് കൊടുക്കുക. എനിക്ക് ഒട്ടും അറിയാത്തത് ഏതാണ് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ട് നോക്കി കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ലൈവ് ക്ലാസ് ഡയറക്റ്റ് അറ്റൻഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം. അങ്ങനെ ചെയ്യാം. പിന്നെ ഇതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സുകൾ നല്ലപോലെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഡൗട്ട്സ് എന്താണെങ്കിലും ക്ലാസ്സിൽ ടീച്ചറുമായിട്ട് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ക്ലിയർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ മക്കൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, നമുക്കിപ്പോൾ ധീര 1.0 നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ 2.0 വന്നു. അപ്പോൾ ഇപ്പോൾ 1.0 മക്കൾ എന്ത് ചെയ്തു, കുറേ പേര് ഇപ്പോൾ 2.0 വന്നിട്ടുണ്ട്. നിങ്ങൾ 2.0 ക്ലാസ്സുകളാണ് ഇപ്പോൾ കാണുന്നത്. കാരണം നിങ്ങൾ കുറച്ച് ലാഗ് ബിഹൈൻഡ് ആയി, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്ലാസ് മിസ്സായവരൊക്കെ ഞാൻ കുറച്ച് മിസ്സായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ 2.0 ക്ലാസ് കാണുന്നവരുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ നിന്ന് ഒരുപാട് ഡീവിയേറ്റ് ചെയ്യല്ലേ അപ്പോൾ ചെയ്തത്. ബിക്കോസ് നിങ്ങളുടെ ബാച്ച് എങ്ങനെ പോകണം, നിങ്ങൾ ഓരോ മാസം ഏത് ചാപ്റ്റർ ഫിനിഷ് ചെയ്യും, നിങ്ങളുടെ വീക്ക്ലി ടെസ്റ്റുകൾ, നിങ്ങളുടെ ഗ്രാൻഡ് ടെസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ബാച്ചിൽ വൃത്തിയായി പഠിച്ചു വരികയായിരുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് 2.0 തുടങ്ങാമെന്ന് കേട്ടപ്പം എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ ഒരു ആഗ്രഹം, അങ്ങനെ സ്വിച്ച് ചെയ്ത് പോയവരുണ്ട്. സോ പ്ലീസ് ചിൽഡ്രൻ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഷെഡ്യൂൾ, നിങ്ങളുടെ ബാച്ചിലെ ഷെഡ്യൂൾ എങ്ങനെ പോകുന്നു, പ്ലീസ് ട്രൈ ടു സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. അതിലെവിടെയെങ്കിലും നിങ്ങൾ ലാഗിങ് ബിഹൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതിനാണ് നിങ്ങൾക്കായിട്ട് ഞാൻ സെൽഫ് സ്റ്റഡി ടൈം ടേബിൾ തന്നിരിക്കുന്നത്. അവിടെ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് കണ്ട് ആ ടോപ്പിക്സ് കവർ ചെയ്യാം. അതുമല്ലെങ്കിൽ
നിങ്ങൾക്ക് നമുക്കിനി റിവിഷൻ ടൈം വരുന്നുണ്ട്. അപ്പോൾ ഈ വിട്ടുപോയ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ വീണ്ടും റിവിഷൻസിലൂടെ നിങ്ങൾക്ക് വീണ്ടും പഠിപ്പിച്ചു തരും. അപ്പോൾ റിവിഷൻ ടൈമിൽ നമുക്കത് കവറപ്പ് ചെയ്യാം. പക്ഷെ അതല്ലാതെ നിങ്ങൾ ഇപ്പോൾ 2.0യിലേക്ക് ഫോളോ ചെയ്യുന്നു, നമുക്കൊരു 3.0 ബാച്ച് വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബാച്ച് വന്നു, അപ്പോഴേക്കും നിങ്ങൾ വീണ്ടും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവില്ലേ? അതായത് ഇതുവരെ പഠിച്ച് ശരിയല്ല, ഇനിയും ഒന്നും കൂടെ പഠിച്ചു തുടങ്ങാം. അങ്ങനെ ഈ വർഷത്തിന്റെ അവസാനം വരെ നമുക്ക് ആദ്യം മുതൽ പഠിക്കാമെന്ന് പറഞ്ഞ് സമയം കളയാനില്ലല്ലോ. അപ്പോൾ മക്കളെ, പ്ലീസ് stick to your schedule, stick to your plan. Even if you're lagging behind few topics, it's okay. അത് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾക്കാണ് ഇത്രയും അധികം ഫെസിലിറ്റീസ് ഉള്ളത്. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, നിങ്ങൾക്കുള്ള റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്, പേൾ വീഡിയോസ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ, സെൽഫ് സ്റ്റഡി പ്ലാൻ ഞാൻ തന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ധീര കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റിക്ക് ടു യുവർ ഷെഡ്യൂൾ ആൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ വീക്ക്ലി എക്സാം ഒക്കെ എഴുതുമ്പം ഒരുപാട് മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെബ്സൈറ്റ് ത്രൂ എഴുതുന്നവർക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആപ്പ് ത്രൂ എക്സാംസ് ആവണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇൻ കേസ് നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ എക്സാം എഴുതുമ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ലേറ്റർ ഓൺ. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെൽഫ് അനാലിസിസ് ചെയ്ത് നോക്കാം. ബേസിക്കലി ഇത് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മാത്രമാണ്. നമ്മളിപ്പം ടെസ്റ്റുകൾ എഴുതുന്നത് എന്തിനാ? നമ്മൾ എത്രമാത്രം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഓരോ ഭാഗത്തുനിന്നും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും, നമ്മൾ വെറുതെ കോൺസെപ്റ്റ് പഠിച്ചാൽ മാത്രം പോരല്ലോ. അപ്പം ഓരോ ഭാഗത്തുനിന്നും എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ ചെറിയ ചെറിയ രീതിയിൽ വീക്ക്ലി ടെസ്റ്റുകളും ഗ്രാൻഡ് ടെസ്റ്റുകളും ഒക്കെ എഴുതി തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ടെസ്റ്റുകൾ എഴുതണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും റീസണും കൊണ്ട് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റിയില്ല, നിങ്ങൾ ടെസ്റ്റ് മിസ് ഔട്ട് ആയെങ്കിൽ ഒട്ടും പാനിക് ആവരുത്. പാരൻസിനോടും കൂടിയുള്ള ഒരു റിക്വസ്റ്റ് ആണത്. അതായത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ പഠനത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സാം എഴുതി, ടെസ്റ്റ് എഴുതി, എന്താ ഇവർക്ക് എഴുതാൻ പറ്റാത്തത്, ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണെന്ന് അറിയാം. പക്ഷെ എന്നാലും പാരൻസ്, നിങ്ങൾ ഈ റെസ്റ്റ്ലെസ്നെസ് കാണിച്ച് ഈ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് ഭയങ്കര ടെൻഷൻ കൂട്ടുമ്പം അത് എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടിയുടെ പെർഫോമൻസിനെയും കൂടിയാണെന്ന് ഓർക്കുക. അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് ഇൻ കേസ് വെബ്സൈറ്റ് ത്രൂ എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ ആപ്പ് ത്രൂ ഡെഫിനറ്റ്ലി വെരി സൂൺ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം അത് നോക്കിയിട്ട് പേരൻസിന് മക്കൾക്ക് തന്നെ ഒരു ടെസ്റ്റ് ഇട്ട് നോക്കാമല്ലോ, വീട്ടിലൊരു സെൽഫ് അനാലിസിസ് നടത്തി നോക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്കറിയാം GIBs, അതായത് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നമുക്കറിയാം നമ്മുടെ ഓഫ്ലൈൻ എക്സാംസ് ആണ്, മോക്ക് എക്സാംസ് ആണ്. അപ്പം ഇത് നമ്മൾ നീറ്റ് പാറ്റേണിൽ തന്നെ നടത്തുന്ന എക്സാം ആണ്. അത് നമ്മുടെ ഒരു വലിയൊരു ഗ്രാൻഡ് ടെസ്റ്റ് പോലെ, മോക്ക് പേപ്പർ പോലെ നമ്മൾ നടത്തുന്നതാണ്. അത് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഓഫ്ലൈൻ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ അടുത്തുള്ള സെന്ററിൽ പോയി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് എക്സാം എഴുതാം. അപ്പം പറ്റുന്നത്രയും എക്സാംസ് മക്കളെ എഴുതുക. GIBs ഒക്കെ അവസരം വരുമ്പം അത് മിസ്സാക്കാതെ, നിങ്ങൾ ഒരുപാട് ഫുള്ള് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണമെന്നൊന്നും ഇല്ല. നമുക്കൊരിക്കലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഓക്കെ ആണെങ്കിൽ, കുറച്ചൊക്കെ എന്താ പറയുക, നമുക്ക് പഠിക്കാനുള്ള സാഹചര്യവും നമുക്ക് കുറച്ചൊക്കെ കോൺസെപ്റ്റ് നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ സ്റ്റാർട്ട് ട്രൈങ് അല്ലേ. അപ്പം എക്സാംസ് എഴുതുന്നത് മിസ്സാക്കാണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഉള്ളതാണ് നമ്മുടെ വീക്ക്ലി ഗ്രാൻഡ് ടെസ്റ്റുകൾ ഉണ്ട്. അത് നമുക്കറിയാം എവറി സെക്കൻഡ് സാറ്റർഡേ ആണ് ഈ ഗ്രാൻഡ് ടെസ്റ്റുകൾ നടത്തുന്നത്. അതും നമ്മൾ ഈ നീറ്റ് എക്സാമിൻ്റെ അതേ ടൈമിൽ തന്നെയാണ് ഈ എക്സാമുകൾ നടത്താൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ കുറേ പേർക്കൊക്കെ ആ ഗ്രാൻഡ് ടെസ്റ്റുകൾ എഴുതാൻ പറ്റുന്നില്ല, ആ ദിവസം പറ്റുന്നില്ല, ആ ദിവസം നിങ്ങൾക്ക് എക്സാം, ആ സമയത്ത് വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ്സ് വന്നു, അപ്പം എക്സാം മിസ്സാവുന്നവരുണ്ട്. സോ ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, നിങ്ങൾ ഓൺലൈൻ റിപ്പീറ്റ് ചെയ്യുന്നവരാണ്, നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട മക്കളാണ്. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് തരാൻ പറ്റും, പക്ഷേ ഓൺലി ഇൻ ദ ഡിഫറൻസ് ഓഫ് എ സ്ക്രീൻ. അതായത് ഒരു സ്ക്രീനിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ടേ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് കുറച്ചൊക്കെ സെൽഫ് മോട്ടിവേഷൻ, കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റി മക്കൾ കാണിക്കണം. ഗ്രാൻഡ് ടെസ്റ്റുകളും അതുപോലെ തന്നെ വീക്ക്ലി എക്സാമുകളും ഒക്കെ റെഗുലറായിട്ട് എഴുതുക. പിന്നെ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ കൺസേൺ ആണ് ഇതിൻ്റെ ഒന്ന് റിസൾട്ട് അല്ലേ. എൻ്റെ റിസൾട്ട് കിട്ടിയില്ല, എൻ്റെ റിസൾട്ടുകൾ, എല്ലാ റിസൾട്ട്സും ഞങ്ങൾ സമയത്ത് തന്നെ അറിയിക്കും. ഓക്കെ, റിസൾട്ടൊക്കെ വരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്കോറും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ റിസൾട്ട് വന്നില്ലല്ലോ, അതുപോലെ എനിക്ക് സ്കോർ കുറവ് വന്നല്ലോ, ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്, പ്ലീസ് ഡോണ്ട് വറി. നിങ്ങൾ സ്കോറിനെ കുറിച്ചോ എക്സാമിലെ മാർക്കിനെ കുറിച്ചോ ഒന്നും വറി ചെയ്യേണ്ട. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കേണ്ട സമയമല്ല ഇത്. ഈ സമയത്ത് നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുന്നു, നേരത്തെ പറഞ്ഞതുപോലെ
ഓരോ ടോപ്പിക്കും എനിക്ക് എത്രമാത്രം മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു, ഓരോ ടോപ്പിക്കിൽ നിന്നും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് മനസ്സിലാക്കുന്നു, അത് ഞാൻ എങ്ങനെ ആൻസർ ചെയ്യുന്നു. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ എക്സാമുകൾ എഴുതുന്നത്. അപ്പം ഓൺലൈൻ റിപ്പീറ്റ് ചെയ്യുന്ന മക്കൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെ റെഫർ ചെയ്യണമെന്ന് അറിയില്ല. കാരണം നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്നവരായതുകൊണ്ട് കുറേ പേർക്ക് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ റിവിഷൻ്റെ സമയത്താണ്. നമ്മൾ വീഡിയോസ് കാണുന്നു, ലൈവ് കാണുന്നു, പ്ലസ് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പം നമ്മൾ നമ്മുടെ DPP ഒന്ന് നോക്കി സമ്മറൈസ് ചെയ്യുന്നു, പ്ലസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ DPP സ്റ്റഡി മെറ്റീരിയൽസ് അവൈൽ ചെയ്ത് മക്കളത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. എഫക്റ്റീവായിട്ട് പഠിക്കുക. ഇതെല്ലാം നടക്കും. ഓക്കെ, ഓൺലി ഇഫ് യു ആർ സെൽഫ് മോട്ടിവേറ്റഡ്, ഓൺലി ഇഫ് യു പുട്ട് ആൻ എഫേർട്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ എഫേർട്ട് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊക്കെ എത്ര പറഞ്ഞു തന്നാലും മക്കൾ തീരുമാനിക്കണം, അല്ലേ? ഞാൻ പഠിക്കും, ഞാൻ എക്സാം എഴുതും, ഞാൻ ക്ലാസ് കാണും. സോ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ടീച്ചറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം മിസ്സാക്കാതിരിക്കുക എന്നാണ് എനിക്ക് എൻ്റെ എല്ലാ ധീര മക്കളോടും പറയാനുള്ളത്. ബാക്കി നമുക്ക് ക്ലാസ്സിൽ വെച്ച് പറയാം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.